ഹായ് മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നല്ല ന്യൂമറിക്കൽസും കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ? എങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്, അതായത് പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് മാത്രമല്ല, വേർഡ് പ്രോബ്ലംസ്. ഒരു കേസ് വരികയാണ്, ഒരു കുട്ടിയേക്കാൾ വേറൊരു കുട്ടിക്ക് ഇത്ര മാർക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ ഒരാളുടെ സാലറി ആദ്യം ഒരു 20% കൂടി, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 30% കുറഞ്ഞു. ആ ഒരു ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് വേർഡ് പ്രോബ്ലംസ് എങ്ങനെ ഡീൽ ചെയ്യും എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഇത് ചെയ്യാൻ നമ്മൾ സാധാരണ എക്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ എൻട്രൻസ് എക്സാം നമുക്ക് അതിനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ എക്സും വേരിയബിൾസും ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പി സി ജി എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാവരും എന്ത് ചെയ്യുക, ഉഷാറായിട്ടിരിക്കുക. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് നോക്കാം. അപ്പോൾ ഈ പി സി ജി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാറുണ്ട്. എന്താണ് ചേഞ്ച്, മാറ്റം അല്ലേ? അതായത് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു 150 നിന്ന് ഒരു 200 വരുമ്പോൾ എത്രയാണ് ചേഞ്ച് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പറ്റും 50ആണ് ചേഞ്ച് എന്നുള്ളത്, 50 കോടി. ഞാൻ ഇതേ ചോദ്യം അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇപ്പോൾ ഒരു 20 എന്നുള്ള നമ്പർ എടുക്കുക, 20 നിന്ന് 30 വരുന്ന ചേഞ്ച് എന്താണ്, 10ആണ്, എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷേ 20 നിന്ന് 30 വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പേഴ്സൻറ്റേജ് ചേഞ്ച് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്കൊരു ഫോർമുല ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി സി സി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ഈ ഒരു സാധനം കടന്നു വരും. നോക്കടാ, ഒന്നുമില്ല, ഇവിടെ പേഴ്സൻറ്റേജ് ചേഞ്ചിന്റെ ഫോർമുലയാണ് എന്താണ്, അബ്സല്യൂട്ട് ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഇൻറ്റു 100. ആക്ച്വലി നമ്മൾ ഈ ഫോർമുല ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകണം. അതായത് അബ്സല്യൂട്ട് ചേഞ്ച് വരുമ്പോൾ 20 നിന്ന് 30 വരുമ്പോൾ എന്താണ്, 10 കൂടുകയാണ് അല്ലേ? അപ്പോൾ ആ ചേഞ്ച് എന്താണ്, ഇവിടെ 10ആണ്. ഫോർമുല എന്താണ്, അബ്സല്യൂട്ട് ചേഞ്ച് സ്ഥലത്ത് എന്താ കൊടുക്കുക, 10 എന്ന് കൊടുക്കുക, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി. ഒറിജിനൽ എന്നാൽ തുടക്കത്തിൽ എത്ര ആയിരുന്നു ഉണ്ടായിരുന്നത്, 20 അല്ലേ, 20 ഇൻറ്റു 100. ഇപ്പോഴുള്ള പരിപാടി കഴിഞ്ഞില്ലേ? സീറോയും ക്യാൻസൽ ആവും, പിന്നെ 100 2 ഉണ്ട്, 100 ഡിവൈഡ് ബൈ 2 എന്താണ്, 50. അപ്പോൾ എന്താണ്, 50% ആണ് ഇവിടെ കൂടുന്നത് അല്ലേ? 20 നിന്ന് 30 വരാതിപ്പോൾ 50% ആണ് കൂടുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഫോർമുല കാണാൻ ചെറുതാണെങ്കിലും വളരെയധികം അപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്ന സമയത്താണെങ്കിൽ അവിടെ പെർസെൻറ്റേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ടായിരിക്കും. അവിടെ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആബ്സല്യൂട്ട് ചേഞ്ച് ആണ്. അവിടുത്തെ ആബ്സല്യൂട്ട് ചേഞ്ച് എന്തായിട്ട് മാറും, മാറ്റം എന്താണ്, അവിടുത്തെ പ്രോഫിറ്റ് ആണ്. അത് ഞാൻ അവിടെ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പല ചാപ്റ്റേഴ്സിലും കടന്നു വരുന്ന ഒരു ഫോർമുലയാണ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ, ഞാനിപ്പോൾ 20 നിന്ന് 30 പറഞ്ഞു, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റിയ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമൻ്റായിട്ട് ഇട്ടാൽ മതി നിങ്ങൾക്ക് എന്താ കിട്ടിയത് എന്നുള്ളത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് ഞാൻ ചോദിക്കുകയാണ്, ഒരു 120 നിന്ന് 150 വരുമ്പോൾ എത്രയാണ് അവിടെ മാറ്റം ഉണ്ടാവുക എന്നുള്ള. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എന്താണ്, 200 നിന്ന് 180 വരുമ്പോൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആദ്യത്തെ കേസ് 20 നിന്ന് 30 വരിക എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, കൂടുക അല്ലേ? 120 നിന്ന് 150 ആണെങ്കിലും കൂടുക. പക്ഷേ 200 നിന്ന് 180 വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും, ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടിയിട്ട് അവിടെ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ആയിരിക്കില്ല, എന്തായിരിക്കുക, പേഴ്സൻറ്റേജ് ഡിക്രീസ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇവിടുത്തെ കേസിലാണെങ്കിൽ എന്താ ചെയ്യുക, 20 അല്ലേ, ആബ്സല്യൂട്ട് ചേഞ്ച് ചെയ്തിട്ട് 20 അല്ലേ, ഏത് മാത്രം ചെയ്തുതരാം, 20 ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി. തുടക്കത്തിൽ എത്ര ആയിരുന്നു ഉണ്ടായിരുന്നത്, 200. ഇപ്പോൾ 200 കൊടുക്കുക ഇൻറ്റു 100 അല്ലേ, 100ൽ 100 1 ടൈംസ്, 200ൽ 2 ടൈംസ്, 20/2 10. അപ്പോൾ 10% ഡിക്രീസ് ആണല്ലോ സംഭവിക്കുന്നത്. കാരണം എന്താണ്, 200 നിന്ന് 150 കുറയുക. ഇതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്, നമുക്ക് പിന്നെ ചേഞ്ച്, ആബ്സല്യൂട്ട് ചേഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഴ്സൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യനിൽ നിന്നിട്ടാണ് നമ്മൾ പി സി ജി എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ടൈപ്പ് പി സി ജിന് മെയിനായിട്ട് 4-5 അപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളെ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് 3 അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പി വി ക്യു സീരീസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു അപ്ലിക്കേഷൻസ് ആയിരിക്കും നമ്മൾ മെയിനായി പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതുപോലത്തെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പല ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് മാറ്റിയിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. നോക്കടാ, ഫൈൻഡ് എ സിംഗിൾ ഇക്വലന്റ് ഇൻക്രീസ് ഇഫ് ദി നമ്പർ ഈസ് സക്സസീവ്ലി ഇൻക്രീസ് ബൈ 20%, 25% ആൻഡ് 30% എന്നുള്ളതാണ് ചോദിക്കുന്നത്. മനസ്സിലാക്കുക, പി സി ജി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, തുടക്കത്തിൽ എപ്പോഴും 100 ആണ്, എത്രയാണ്, 100 ആണ്. മനസ്സിലാക്കുക, അതാട്ടോ മെത്തേഡ്. ഈ മെത്തേഡ് മനസ്സിലാക്കുക, എങ്ങനെ വന്നതെന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, വെറുതെ ടൈം വേസ്റ്റ് ആണ്. നോക്ക്, തുടക്കത്തിൽ ഉണ്ടായിരുന്ന എന്താണ്, എപ്പോഴും 100 ആണ്.
അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഫൈൻഡ് എ സിംഗിൾ ഇക്വലന്റ് ഇൻക്രീസ് ഇഫ് ദി നമ്പർ. ആദ്യം ഒരു നമ്പർ ഉണ്ടായിരുന്നു, ആ നമ്പർ എന്താണെന്ന് വിചാരിച്ചു 100 വിചാരിച്ചു, കുഴപ്പമില്ലല്ലോ. ആദ്യം എന്ത് ചെയ്തു, 20% കൂടി. അപ്പോൾ 100ന്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? എല്ലാവർക്കും അറിയാം എന്താണ് 20 20% കൂടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, +20 കൊടുക്കുക, +20. ഓക്കെ, അപ്പോൾ 100 എന്തായിട്ട് പറയും, 120. പ്രശ്നമില്ലല്ലോ, കഴിഞ്ഞില്ല. ആദ്യം 20% കൂടി, പിന്നെ 25% കൂടി. നോക്കണം, എന്നാൽ 25%. ഇപ്പം കൂടുന്നത് എന്താണ്, ആദ്യം 100ന്റെ 20% പിന്നെ കൂടുന്നത് 120ന്റെ 25%. എത്ര 120ന്റെ 25%? ഇത് വേണമെങ്കിൽ ചിലപ്പോൾ ചെയ്ത് നോക്കും. 25% ഓഫ് പറയുമ്പോൾ 25/100 × 120 ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട് 25% എന്ന് പറഞ്ഞാൽ എന്താണ്, 1/4 ആണ്. അപ്പോൾ 120ന്റെ 1/4 എന്താണ്, 30 ആണ്. അപ്പോൾ അതാണ് മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ 120യുടെ 25% എന്ന് പറയുമ്പോൾ +30. വേണമെങ്കിൽ ജസ്റ്റ് മനസ്സിലാവാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകില്ല, ഇങ്ങനെ തുറക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 25% ഓഫ് 120 എന്ന് പറയുമ്പോൾ എന്താണ്, 25/100 × 120. ഞാനത് പറഞ്ഞിരുന്നു. 25ൽ 25 1 ടൈംസ്, 100ൽ 25 4 ടൈംസ്. അപ്പം 1/4 ഈക്വൽ ടു എന്താ വരിക, അപ്പോൾ 1/4 × 120 ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 30. 25% എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. 120 + 30, 120 + 30 എന്താണ്, 150. കഴിഞ്ഞോ? ഇല്ല, ആദ്യം 20 കൂടി, 25% കൂടി, പിന്നെ 30%. 150ന്റെ 30% എത്ര എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് എന്ത് കിട്ടും, 45 കിട്ടും. വേണമെങ്കിൽ ഗസ് അടിച്ചാൽ മതി. 15 3 എത്ര, 45. പിന്നെ ആ 0 0 ക്യാൻസൽ ആയിപ്പോൾ. അത് മതി, 45 എന്തായിട്ട് പറയും, 180. ആദ്യം 180 ആയിരുന്നു, +45 വരുമ്പോൾ എന്തായിട്ട് മാറും, 195 ആയിട്ട് മാറും. ഇതാണ് ബേസിക്കലി PCG എന്ന് പറയുന്നത്. അപ്പോൾ നോക്കണം, അതിൻ്റെ സിംഗിൾ ഇക്വലന്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഇൻക്രീസ് ഒക്കെ ചെയ്തു. ആദ്യം തുടക്കത്തിലുണ്ടായിരുന്ന എത്രയായിരുന്നു, 100 ആണ്. അപ്പോൾ അവസാനം എവിടെ എത്തിപ്പെട്ട്, 195. 100ൽ നിന്ന് 195ലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എത്ര എന്നുള്ളത് അതാണ് ചോദിക്കുന്നത്. എത്രയാണ് അവിടെ ഒരു സിംഗിൾ ഈക്വലൻസ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പോകാതെ ഒരു സിംഗിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എത്ര എന്നുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണ് നമുക്കറിയാം. എന്ത് ആബ്സല്യൂട്ട് ചേഞ്ച് പറയുമ്പോൾ 100 നിന്ന് 195 പറയുമ്പോൾ 95 ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി എത്രയാണ്, 100 × 100. നേരത്തെ പറഞ്ഞതേ ഫോർമുല, ദൂരം ക്യാൻസൽ ആവും. എത്രയാണ്, 95. അതായത് 95% ഇവിടെ ഉണ്ടാകുന്ന ഇൻക്രീസ്. ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 100ൽ നിന്ന് 195 കേട്ടോ. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് പറഞ്ഞ സമയം കളയേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, 100ൽ നിന്ന് ആവുന്ന സമയത്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. 100 195 സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുമോ, 95. അതായിരിക്കും ഉത്തരം. ഇപ്പം ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, 100ൽ നിന്ന് 210 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ 100ഉം 210ഉം സബ്ട്രാക്ട് ചെയ്ത് 110% ആയിരിക്കും അതിൻ്റെ ഉത്തരം. അപ്പോൾ ജസ്റ്റ് അത് സബ്ട്രാക്ട് ചെയ്താൽ തന്നെ ഇതും ഉണ്ടാകും. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ തന്നെ ഈ ഒരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. ഈ 100ൽ നിന്ന് വരുന്ന നമ്പേഴ്സിന് മാത്രമേ ഈ ഒരു പ്രത്യേകതയുള്ളൂ. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ PCGൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എപ്പോഴും ഇൻക്രീസ് മാത്രമല്ല ഡിക്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ തന്നെയാണ്, പക്ഷെ ചെറിയൊരു എന്താ പറയുക ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻക്രീസ് മാത്രമല്ല ഡിക്രീസും കൂടി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് ആ മാൻസ് വേജ് വാസ് റെഡ്യൂസ്ഡ് ബൈ 50%. ഒരാളുടെ സാലറി എത്ര ആയിരുന്നു തുടക്കത്തിൽ, എന്താണ് എപ്പോഴും തുടക്കത്തിൽ എപ്പോഴും 100 തുടക്കത്തിൽ 100. അപ്പോൾ 50% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നോക്ക്, 100ൽ 50% കുറഞ്ഞു പറഞ്ഞാൽ 100ൽ 50% എത്ര ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല അല്ലേ. 100 50% 50 -50. അപ്പോൾ 100 -50 50ലേക്ക് എത്തി. ഇനി ആദ്യം 50% കുറഞ്ഞു, അഗെയിൻ ദി റെഡ്യൂസ്ഡ് വേജ് വാസ് ഇൻക്രീസ്ഡ് ബൈ 50%. അത് കുറഞ്ഞിരിക്കുന്ന സാലറി പിന്നെ വീണ്ടും എന്ത് ചെയ്യാണ്, 50% വെച്ച് കൂടുകയാണ്. അങ്ങനെ കൂട്ടിയൊക്കെ നമുക്ക് 50% കൂടുകയാണ്. അപ്പോൾ 50ന്റെ 50% എത്ര എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്ന സമയത്ത് വളരെ ഈസിയാണ്. 50ന്റെ 50% എത്രയാണ്, 25ആണ്. 50% എന്ന് പറഞ്ഞാൽ എത്രടാ, പകുതി എന്നുള്ള ചെയ്യുക. അപ്പോൾ 25, അപ്പോൾ +25. അപ്പോൾ 50 ഉള്ളത് എന്തായി മാറി, 50ഉം 25ഉം കൂടെ ആഡ് ചെയ്താൽ 75 എന്ന് വരും, 75 എന്ന് വരും. അപ്പോൾ ചോദിക്കുന്നത് ഫൈൻഡ് ഹിസ് ലോസ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. അയാൾക്ക് എത്രയാണ് നഷ്ടം വന്നത്. ഒരു കുഴപ്പമില്ല. ആദ്യം തുടക്കത്തിൽ 100 പിന്നെ 75ലേക്ക് എത്തി അല്ലേ. 100ൽ നിന്ന് 75ലോട്ട് എത്തുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. 100ൽ നിന്ന് പോകുന്ന സമയത്ത് ആ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഫോർമുല ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്താൽ എഴുതാം. 100ൽ നിന്ന് 75ലോട്ട് എന്ന് പറയുമ്പോൾ എന്താ ഉത്തരം, 25. ഉത്തരം 25% ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, 25% ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കേടാ, ചെയ്ത് നോക്കണോ, ഒന്ന് ചെയ്ത് നോക്കിയേ.
ഈ ദിവസം നോക്ക്, ദി പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 20% ആൻഡ് സബ്സീക്വന്റ്ലി ഡിക്രീസ്ഡ് ബൈ 21% ഡ്യൂ ടു റിഡക്ഷൻ ഇൻ സെയിൽസ്. അപ്പോൾ അതിൻ്റെ നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ എന്നുള്ളതാണ്. ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്തു പോവാണ്. ആദ്യം എന്ത് ചെയ്യാണ്, പ്രൈസ് 20% കൂട്ടുക. അപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന എത്രയാണ്, 100 അല്ലേ. അപ്പോൾ 20% കൂടി എന്ന് പറയുന്ന സമയത്ത് 20% കൂടി എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും, +20 120. പിന്നെ ആദ്യം 70% കൂടി, പിന്നെ കഴിഞ്ഞിട്ട് ഡിക്രീസ് ബൈ 25%. 25% എന്ത് ചെയ്യാണ്, കുറയുക. ഇപ്പോൾ 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ് അല്ലേ. 120ൻ്റെ 1/4 എത്രയാണ്, 30 ആണ്. അപ്പോൾ -30. 120 - 30 97. അതായത് തുടക്കത്തിൽ 100 ഉണ്ടായിരുന്നത് അത് 90 പറയും. 100ൽ നിന്ന് 90ലേക്ക് എത്താന്ന് പറഞ്ഞാൽ 10% അവിടെ ഉണ്ടാകുന്ന ഡിക്രീസ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ, നോക്കണം. ഇത് PCGയും കാര്യമൊന്നുമില്ല. ഇത് എന്താ പറയുക, നമ്മളിപ്പം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ പറയാൻ പറ്റും. PCGൻ്റെ ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പക്ഷെ കുറച്ച് ആലോചിക്കണം. എ സ്റ്റുഡൻറ് ഹാസ് ടു ഒബ്റ്റെയിൻ 33% ഓഫ് ദി ടോട്ടൽ മാർക്സ് ടു പാസ് ആൻ എക്സാമിനേഷൻ. He got 148 marks and failed by 50 marks. The maximum mark of the examination എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് 33% മാർക്ക് കിട്ടിയാൽ ആ കുട്ടി എന്താവും, പാസ്സാവും. പക്ഷേ ഈ കുട്ടിക്ക് 148 മാർക്ക് കിട്ടിയിട്ട് ഈ കുട്ടിയോട് എന്താ പറയുന്നത്, ഫെയിലായി എന്നാണ് പറയുന്നത്. എത്ര, 50 മാർക്കിന് ഫെയിലായിരുന്നു. 50 മാർക്കിന് ഫെയിലായി എന്ന് പറഞ്ഞാൽ 50 മാർക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പാസ്സായി എന്നൊരു മീനിങ് അല്ലേ ആണ്. അതായത് 148 50 198 മാർക്ക് ഉണ്ടെങ്കിൽ കുട്ടി എന്താണ്, പാസ്സാണ്. 198 മാർക്ക് ഉണ്ടെങ്കിൽ പാസ്സാണ്. ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സ്റ്റുഡൻറ് ഹാസ് ടു ഒബ്റ്റെയിൻ 33%. 33% വേണം പാസ്സാവാൻ. അതായത് 33% വേണം എന്ത്, പാസ്സാവാൻ. പാസ്സാവാൻ വേണ്ട പെർസെൻറ്റേജ് ആണ് 33%, പാസ്സാവാൻ വേണ്ട മാർക്കാണ് എന്ത്, 198. ഇത് രണ്ടും കൂടെ ഈക്വൽ ആണെന്ന് കൊടുത്തൂടെ, പ്രശ്നമില്ലല്ലോ, രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ ചോദിക്കുന്നത് മാക്സിമം മാർക്ക് ഓഫ് ദി എക്സാമിനേഷൻ. മാക്സിമം മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ അല്ലേ. മാക്സിമം എന്ന് പറഞ്ഞാൽ ടോട്ടൽ 100%. ഞാൻ പറഞ്ഞിട്ടുണ്ട് 100% ആണല്ലേ. 33% 198 ആണെങ്കിൽ 100% എത്ര എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ. വീഡിയോ പോസ് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കാം. ഡയറക്റ്റായിട്ട് 33 100 എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യുക, ആദ്യം 1ലേക്ക് വരിക. 1ലേക്ക് വരിക പറയുമ്പോൾ 1%. അപ്പോൾ 33 നിന്ന് 1 എങ്ങനെ വരിക, ഡിവൈഡഡ് ബൈ 33. അതേ മാറ്റം വഴിയും വരുത്തിയാൽ പോലെ, ഡിവൈഡ് ബൈ 33. അപ്പം എന്ത് വരും, 198 ഡിവൈഡ് ബൈ 33. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, 6 കിട്ടും. അതായത് 198 ഡിവൈഡ് ബൈ 6 കിട്ടും. അതായത് 1% നോക്കടാ, 1% എന്ന് പറഞ്ഞാൽ 6ആണ്. അങ്ങനെയാണെങ്കിൽ 100% ഇട്ട് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ പോലെ മതി. ഇപ്പം 100%. അവിടെ എന്താ വരിക, 6 × 100 600. ബുദ്ധിമുട്ടില്ലല്ലോ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. കാണിച്ചു ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു വെൻ ഡയഗ്രം എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞ വെൻ ഡയഗ്രം എന്ന് പറയുമ്പോൾ മുമ്പ് വിചാരിക്കുക നമ്മുടെ ക്ലാസ്സിൽ ഒരു എക്സാം നടത്തണം. എക്സാം നടത്തുന്നത് ഒരു എന്താ പറയുക, സയൻസും ഉണ്ട്, പിന്നെ ഏതാണ് വേറെ ഏതെങ്കിലും ഒരു വിഷയം അല്ല, ഇംഗ്ലീഷും ഉണ്ട് എന്നുള്ള രീതിയിൽ വിചാരിച്ചോ. ഞാൻ സയൻസിന് ആദ്യത്തെ സർക്കിളായിട്ട് വരയ്ക്കുകയാണ്, ഇംഗ്ലീഷിനെ രണ്ടാമത്തെ സർക്കിളായിട്ട് വരയ്ക്കുക. ഇത് സയൻസാണ്, ഇത് ഇംഗ്ലീഷാണ് അല്ലേ. അപ്പോൾ ടീച്ചർ പറയുന്നത് സയൻസിലും ഇംഗ്ലീഷിലും പാസ്സായത് എത്ര ആൾക്കാരാണ്, 10 ആൾക്കാരെന്നാണ് പറയുന്നത്. സയൻസിലും ഇംഗ്ലീഷും രണ്ടിലും പാസ്സായത്. അപ്പോൾ രണ്ടിലും പാസ്സായതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ഇവിടെ കൊടുക്കുക. രണ്ടിലും പാസ്സായതല്ലേ. ഇപ്പോൾ എന്താ വരിക, 10. എന്നിട്ട് ടീച്ചർ വേറൊരു കാര്യം പറയുന്നുണ്ട്, സയൻസിൽ പാസ്സായ ആൾക്കാർ എത്ര ഉണ്ട്, ഒരു 30 ആൾക്കാർ പറയുന്നുണ്ട്. സയൻസിൽ ഒരു 30 ആൾക്കാർ പാസ്സായത്. അതേപോലെ ഇംഗ്ലീഷിലൊരു 45 ആൾക്കാരും പാസ്സായത്. ടോട്ടൽ ഇത് വിചാരിക്കാം, ടോട്ടൽ സയൻസ് 30 ആൾക്കാർ അല്ലേ. അപ്പോൾ ഈ സയൻസ് എന്ന് പറയുന്ന സർക്കിളിൽ ടോട്ടൽ എത്ര ആയിട്ട് വരണം, 30 ആയിട്ട് വരണം. അപ്പോൾ ഇവിടെ ഓൾറെഡി 10 വന്ന്, അപ്പോൾ ഇവിടെ എത്ര വരും വന്നാൽ മതി, 20 വന്നാൽ മതി. അപ്പോൾ ഈ സയൻസ് കണ്ടു, സയൻസിൻ്റെ കംപ്ലീറ്റ് സർക്കിൾ എത്ര ആയിട്ട് വരും, 30 ആയിട്ട് വരും. അപ്പോൾ അതാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് സർക്കിൾ എന്ത്, ഇംഗ്ലീഷ് വരുന്നത്. അപ്പോൾ അതിൽ 10 വന്നു, ബാക്കി എത്ര വരണം, 35 വരണം. അതാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുന്നത്, വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ രണ്ടിലും കൂടി വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ ഒരു ഏരിയ. സയൻസും ഇംഗ്ലീഷിലും പാസ്സായത് പറഞ്ഞാൽ ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സയൻസ് മാത്രം പാസ്സായ ആൾക്കാരാണ്.
ഈ ഒരു ഏരിയ എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പാസ്സായ ആൾക്കാരാണ്. അതാണ് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി വേറൊരു കാര്യം പറയാം. വേറൊരു കാര്യം പറഞ്ഞോ. ഓ നേരത്തെ 2 പോകുന്നത്, ഇനി 3 പറയുന്നതായിരിക്കാം. ഇപ്പം എന്തുണ്ട്, 3 സബ്ജക്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ് ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വേറെ ചാപ്റ്ററിൽ വെൻഡയർ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ചാപ്റ്ററിലും കടന്നു വരാറുണ്ട്. ഇപ്പോൾ സയൻസിലെ ടീച്ചർ പറയുന്നത് 30 സ്റ്റുഡൻസ് പാസ്സായി. ഇംഗ്ലീഷ് എത്ര ആൾക്കാരുണ്ട്? ഒരു 20 സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. പിന്നെ മാത്സിൽ ഒരു 50 ആൾക്കാരും പാസ്സായിട്ടുണ്ട്. ഇനി എല്ലാത്തിലും പാസ്സായ ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ സയൻസിലും ഇംഗ്ലീഷിലും മാത്സിലും പാസ്സായത് ഒരു നമുക്ക് പറയാൻ ആണെങ്കിൽ ഒരു 10 ആൾക്കാരുണ്ട് പാസ്സായിരിക്കാം. 10 ആൾക്കാർ എല്ലാത്തിലും പാസ്സായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എല്ലാത്തിലും പാസ്സായ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഈ സർക്കിളിലും വരണോ, ഈ സർക്കിളിലും വരണോ, ഈ സർക്കിളിലും വരണോ, 3 കൂടി വരുന്ന ഏത് ഏരിയയാണ്? ഈ ഒരു ഏരിയയാണ് 3 കൂടി ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് എന്തായിട്ട് കൊടുക്കാൻ പറ്റും? ഇവിടുത്തെ കേസിൽ എന്തായിട്ട് കൊടുക്കാം? 10 ആയിട്ട് കൊടുക്കാം. കാരണം ഞാൻ പറഞ്ഞു എല്ലാത്തിലും പാസ്സായത് 10 ആൾക്കാരാണല്ലേ. ഓക്കെ, ഇത് സയൻസ് ആട്ടോ, ഇത് ഇംഗ്ലീഷാണ്, അതേപോലെ ഇത് മാത്സ്. ഇനി ശ്രദ്ധിക്കണോ, സയൻസിലും ഞാൻ എല്ലാം കൊടുക്കാം. സയൻസ് ആൻഡ് ഇംഗ്ലീഷിൽ പാസ്സായത് ഒരു 10 ആൾക്കാർ. പിന്നെ 10 ഒരു 5 ആയിക്കോട്ടെ, 10 കൊണ്ട് 5 ആയിക്കോട്ടെ. പിന്നെ ഇംഗ്ലീഷ് ആൻഡ് മാത്സിൽ പാസ്സായത് അതും ഒരു 5. പിന്നെ മാത്സും സയൻസിനും പാസ്സായത് അതൊരു 5. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സാമ്പിൾ എടുത്തുള്ളൂ. അപ്പോൾ സയൻസിലും ഇംഗ്ലീഷിലും പാസ്സായത് എത്ര ആൾക്കാരാണ്? 5 ആൾക്കാർ. ഓക്കെ, ചെറിയൊരു പ്രശ്നം ഉണ്ട്. നമ്മൾ ഓൾറെഡി 10 എടുത്തല്ലോ, അപ്പോൾ ഇവിടെ 15 കൊടുക്കാം നമുക്ക്. ഓക്കെ, തൽക്കാലം നമുക്ക് 15 എന്ന രീതിയിൽ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ സയൻസിലും ഇംഗ്ലീഷിലും പാസ്സായത് 15 ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി സയൻസിലും ഇംഗ്ലീഷിലും പറയുന്നത് ഈ ഒരു സംഭവമാണ് നോക്കേണ്ടത്. ഇതിൽ രണ്ടിലും കൂടിയായിട്ട് വരുന്നത് കണ്ടോ, ഇതാണോ സയൻസിലും ഇംഗ്ലീഷിലും വരുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി 10 വന്നു. അപ്പോൾ ഇവിടെ എന്ത് വന്നാൽ മതി? 5 വന്നാൽ മതി. ഓക്കെ, ഇനി അടുത്ത് ഇംഗ്ലീഷും മാത്സും നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലും മാത്സിലും പാസ്സാകാത്ത ആൾക്കാരാണ് 15. ഇംഗ്ലീഷ് മാത്സ് പറഞ്ഞാൽ ഈ സർക്കിളും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ, അതായത് ഈ ഒരു റീജിയൻ. അവിടെ ഓൾറെഡി 10 വന്ന്, ഇപ്പോൾ എന്ത് വന്നാൽ മതി? 5 വന്നാൽ മതി. അതേപോലെ മാത്സും സയൻസും നോക്കുകയാണെങ്കിൽ മാത്സിലും സയൻസിലും വന്നത് എത്ര ആൾക്കാരാണ്? 10 അല്ലേ. 15 ആൾക്കാരാണ് രണ്ടിലും പാസ്സായത്. അപ്പോൾ അവിടെ 10 വന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വന്നാൽ മതി? 5 വന്നാൽ മതി. കാര്യം ഈ ഒരു റീജിയനാണ് ഈ മാത്സിലും സയൻസിലും വന്നതെന്ന് പറയുമ്പോൾ. ഓക്കെ, കുഴപ്പമില്ല. ഇനി സയൻസിൽ ടോട്ടൽ എത്ര ആൾക്കാർ പാസ്സായിട്ടുണ്ട്? 30 ആൾക്കാർ പാസ്സായിട്ടുണ്ട്. അതായത് ഈ ഒരു സർക്കിളിൽ അവിടെ എത്ര ആൾക്കാർ വന്നു? 5, 10, 5, അതായത് 20 വന്നു. അവിടെ എന്ത് വന്നാൽ മതി? 10 വന്നാൽ മതി. ഇനി അതേപോലെ ഇംഗ്ലീഷിൽ എത്ര ആൾക്കാരാണ് പാസ്സായത്? 10, 5 ഈ മൊത്തം സർക്കിളാണല്ലേ. ഈ കംപ്ലീറ്റ് സർക്കിളാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ആരൊക്കെ വന്നു? 5, 10, 5, അതായത് 20 വന്നു. ഇപ്പോൾ ആരും ഉണ്ടാവും? ഇവിടെ 0. അപ്പോൾ ആരും ഉണ്ടാവില്ല. ഇനി അതേപോലെ മാത്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാത്സ് ഈ സർക്കിളാണ്. ഇവിടെ 50 ടോട്ടലായിട്ട് മാത്സിൽ പാസ്സായ ആൾക്കാർ. അപ്പം 10, 5, 5, 20 ഓൾറെഡി വന്നു. അപ്പോൾ എന്ത് വരും? 30. ഇതാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുന്നത്? വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു ബുദ്ധിമുട്ടില്ല. എന്താ നോക്കുന്നത്? 500 candidates appeared in an examination comprising test in English, Hindi, and Maths. The diagram gives the number of students who failed in different tests. What is the percentage of students who failed in at least 2 subjects എന്നാണ് പറഞ്ഞത്. എന്താണ് അറ്റ്ലീസ്റ്റ്? അപ്പോൾ ഇതിൽ ഈ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? കുട്ടികൾ ഫെയിൽ ആയതിൻ്റെ വെൻ ഡയഗ്രാമാണ്. പാസ്സായതിൻ്റെ അല്ല, ഫെയിൽ ആയതിൻ്റെ. അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 സബ്ജക്റ്റാണ്. 2 സബ്ജക്റ്റിൽ ഫെയിൽ ആയ ആൾക്കാരും പറ്റും, 3 സബ്ജക്റ്റിൽ ഫെയിൽ ആയ ആൾക്കാരും പറ്റും. അറ്റ്ലീസ്റ്റ് 2 എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ അതിൽ 3 സബ്ജക്റ്റിൽ ഫെയിൽ ആയ എത്ര ആൾക്കാരുണ്ടാ? നോക്കിയാണ് മനസ്സിലാവുക. ഈ ഒരു ഏരിയയിൽ എന്തെന്ന് പറയുന്നത്? 3 ഫെയിൽ ആയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ എത്ര ആൾക്കാർ വരുന്നുണ്ട്? 5 ആൾ വരുന്നത്. അപ്പോൾ ഫെയിൽഡ് ഇൻ 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഫെയിൽഡ് ഇൻ 3 സബ്ജക്റ്റും പറ്റും നമുക്ക്. എത്രയാണ്? 5 ആൾക്കാർ. ഇനി അതേപോലെ ഫെയിൽഡ് ഇൻ 2, നമുക്ക് 2 കേസാകുമ്പോൾ നമുക്ക് പറ്റുക. ഫെയിൽഡ് ഇൻ 2 സബ്ജക്റ്റ്, അത് നോക്കിയേ.
2 സബ്ജക്റ്റിൽ പാസ്സായ ആൾക്കാർ, സോറി ഫെയിലായ ആൾക്കാർ. അപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഈ 5 എന്നുള്ളത് നമ്മൾ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണ്? അത് 3 ഫെയിലായ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ മുകളിലുള്ള മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ശരിയാണ്. 15 ആൾക്കാർ, ഈ ടോട്ടൽ ആൾക്കാർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും, ഈ 15 ആൾക്കാർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഫെയിൽ ആയിട്ടുണ്ട്. പക്ഷേ ഈ 5 നമ്മൾ എടുക്കുന്നില്ല. അത് നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തു അല്ലേ? 3 ഇൻക്ലൂഡ് ചെയ്തെന്നുള്ള രീതിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഈ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഫെയിൽ ആവുന്ന ആൾക്കാരെ മാത്രം നോക്കുകയാണെങ്കിൽ ഈ 10 മാത്രം എടുത്താൽ മതി. ഇപ്പോൾ എത്രയാണ്? 10 ഉണ്ട്. പ്ലസ് പിന്നെ അതേപോലെ വേറെ ആരും കൂടി ഉണ്ട്. ഇവിടെയുള്ള 12 ഉണ്ട്. ഇത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്സിലും ഫെയിലായ ആൾക്കാർ, ആരാണ്? 12 ആൾക്കാർ. പ്ലസ് അതേപോലെ ഇംഗ്ലീഷിലും മാത്സിലും ഫെയിലായ ആൾക്കാർ എന്ന് പറയുമ്പോൾ അത് വരക്കുണ്ട് 12 ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ആരും. ഇപ്പോൾ ടോട്ടൽ എത്ര കേസ് ഉണ്ട്? 12, 12, 24, 24, 34, 30, 34 ഉണ്ട്. അപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എത്ര ഉണ്ട്? ഇവിടെ 5, 34, 39 കേസാണ്. 39 സ്റ്റുഡൻസ് ആണ് അറ്റ്ലീസ്റ്റ് 2 സബ്ജക്റ്റിൽ ഫെയിലായ കുട്ടികൾ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ്. ഈ വാട്ട് ഇസ് എ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതാണ് 39 ഡിവൈഡഡ് ബൈ ടോട്ടൽ. ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? 500 സ്റ്റുഡൻസ് ആയിരുന്നു എക്സാം എഴുതി. അപ്പോൾ 500 ഇൻറ്റു 100 എഴുതുമ്പോൾ ആൻസർ എന്ത് ചെയ്യണം? 7.8% വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബുദ്ധിമുട്ടൊന്നുമില്ല. ആ വെൻ ഡയഗ്രത്തിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അടുത്ത ദിവസം നോക്കുക. ആസ് വെയിറ്റ് ഈസ് 25% ഓഫ് ബി ആൻഡ് 40% ഓഫ് ദാറ്റ് ഓഫ് സി എന്നുള്ളതാണ് പറയുന്നത്. വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് സീസ് വെയിറ്റ്? സീസ് വെയിറ്റ് ഈസ് ബീസ് വെയിറ്റ് എന്നുള്ളത് ചോദിക്കുന്നത്. ഒന്നുമില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചൊന്ന് തുടങ്ങി നോക്കാം. ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 25% ഓഫ് ബി ആണ്. അപ്പോൾ ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടെ 25% ഓഫ് എന്താണ്? ബി ആണ്. ആൻഡ് 40% ഓഫ് സി. ആൻഡ് വെയിറ്റ് ഒന്നും കൂടിയാണ് 40% ഓഫ് സി കൂടിയാണ്. ഇപ്പോൾ 25% ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് എന്താണ് അല്ലേ? അതന്നെ A = 1/4 ബി ആണ്. ഈ 40% ഓഫ് എന്ന് പറയുമ്പോൾ അത് സിംപ്ലിഫൈ ചെയ്തൂടെ? 40% എന്ന് പറയുമ്പോൾ 40 / 100 എന്നുള്ള രീതിയിലാണ് വരിക. ഇങ്ങനെ ഇൻഡു ചെയ്യുന്ന വരിക. 0 പോയി 4 2 ടൈംസ്, 100 5 ടൈംസ്, അല്ല 10 5 ടൈംസ്, ജസ്റ്റ് പകുതിയാക്കാനുള്ള സംഭവം. അപ്പോൾ എന്താ പറയുക? 2/5C. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് സീസ് വെയിറ്റ് ഈസ് ബീസ് വെയിറ്റ് എന്നുള്ളതാണ്. അത് സിയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വലി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചേ. വാട്ട് പെർസെൻറ്റേജ് ഓഫ് സീസ് വെയിറ്റ് ഈസ് ബീസ് വെയിറ്റ്. അതായത് ഞാൻ ചോദിക്കുകയാണ് 120 എത്ര ശതമാനമാണ് 40 എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പറ്റും. എന്ത്? 40 / 120 × 100. ജസ്റ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. അപ്പോൾ അതേപോലെ തന്നെ വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് സീസ് വെയിറ്റ് ഈസ് ബീസ് വെയിറ്റ് എന്ന് പറയുമ്പോൾ 120 എത്രയാണ് 40 എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 40 / 120 × 100 ചെയ്യില്ലേ? അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് സീൻ്റെ വെയിറ്റ് ഈസ് ബീൻ്റെ വെയിറ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? ബി ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 100. ഓക്കെ, അവിടെ നമ്പർ അല്ലാതെ ജസ്റ്റ് ഈ രീതിയിലാണ് ചോദിച്ചത് മാത്രം. അത് നോക്കുന്ന സമയത്ത് ഇതാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ബിയും സിയും ഉള്ള ഒരു റിലേഷൻഷിപ്പ് വേണം. അത് ഏനെ നമുക്ക് ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഇത് മാത്രമായിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുമോ? എന്താണ് ബി ഡിവൈഡ് ബൈ സി എന്നുള്ളത്? ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? 1/4 ബി = 2/5 സി എന്ന് പറയുമ്പോൾ ഈ സി എന്നുള്ളത് അപ്പുറത്തേക്ക് വരട്ടെ, ഇൻറ്റു ഉള്ളത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് വരുള്ളൂ? ഡിവൈഡ് ബൈ എന്നുള്ള രീതിയിലേ വരുള്ളൂ. 1/4 ഉണ്ട് ഇവിടെ. ബി ഡിവൈഡ് ബൈ സി = എന്താണ്? 2/5. ഈ 4 അങ്ങോട്ടേക്ക് പോകും അല്ലേ? 4 ഇങ്ങോട്ടേക്ക് പോകുന്ന പറയുമ്പോൾ എന്തായിട്ട് വരും? ബി ബൈ സി ആട്ടോ. B/C = 2/5 × 4 എന്ന് വരും അല്ലേ? ഡിവൈഡ് ബൈ 4 അങ്ങോട്ട് പോകുമ്പോൾ 4. അതായത് V/C എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 4. എന്നാൽ 2 × 4 8 ആണ്. ഇവിടെ ഡിവൈഡ് ബൈ 5 ഉണ്ട്. അപ്പോൾ 8/5 × 100. 5 5 1 ടൈംസ്, 100 5 20 ടൈംസ് എന്താ വരിക? ടീക്ക് ആൻസർ എന്താണ്? 160%. നമ്മൾ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. PCG എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡിയ കിട്ടിയില്ലെന്ന് വിചാരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും തുടക്കത്തിൽ 100 എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് 2-3 വേർഡ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ PCGയുടെ അടുത്ത അപ്ലിക്കേഷൻ, രണ്ടാമത്തെ അപ്ലിക്കേഷൻ, ഏത് ഫസ്റ്റ് അപ്ലിക്കേഷൻ്റെ തന്നെ ബാക്കിയാണ് രണ്ടാമത്തെ അപ്ലിക്കേഷൻ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. നമുക്ക് നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.